ശ്രീ നാണു വിശ്വനാഥൻ, ഈ വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡിന് അത് തുടക്കമായിട്ടേ ഉള്ളൂ, പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഈ പുറത്ത് ഒരുക്കങ്ങളാകാതെ അല്ലെങ്കിൽ കരമാർഗമുള്ള ചരക്കു നീക്കം സാധ്യമാകാതെ എങ്ങനെയാണ് നമ്മുടെ പരിസരം വികസനത്തിലേക്ക് പോവുക? അല്ലെങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നു, അവിടേക്ക് മദർഷിപ്പ് വരുന്നു, കണ്ടെയ്നറുകളുമായി വരുന്നു, ചെറുകപ്പലുകൾ വന്ന് അത് വിവിധയിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന പ്രോസസ്സിനപ്പുറത്തേക്ക് നമ്മുടെ നാടിന് ഇതൊരു വികസന പദ്ധതിയായി മാറാൻ എന്താണ് വേണ്ടത്? നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മൾ പോർട്ടെന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? എക്സ്പോർട്ട്, ഇമ്പോർട്ട്, റീ എക്സ്പോർട്ട്, ട്രാൻസ്ഷിപ്മെൻറ്റ്, ട്രാൻസിറ്റ്, ബങ്കറിങ്, പാസഞ്ചേഴ്സ് ട്രാൻസ്പോർട്ടേഷൻ, മൾട്ടിമോഡൽ ട്രാൻസ്പോർട്ടേഷൻ്റെ വിവിധ വശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാർഗോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നടത്താൻ വേണ്ടിയാണ്. ആ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നടത്താൻ വേണ്ടിയുള്ള അടിസ്ഥാനപരമായിട്ട് എത്തിപ്പെടുന്ന വെസലുകളെയും കാർഗോയെയും ഹാൻഡിൽ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, എക്വിപ്മെൻറ്റ്സ്, ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു തലം മാത്രമാണ് പോർട്ട്. ആ പോർട്ടിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മളുടെ ചിന്താഗതി മാറണം. ആ പോർട്ടിൽ എന്താണ് നമുക്ക് കൊടുത്തുവിടേണ്ടത്? കാർഗോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സ്. കാർഗോ ഉൽപ്പാദനം, വാല്യൂ ആഡഡ് ആയിട്ടുള്ള തരത്തിലേക്കുള്ള കാർഗോയെ എവിടെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, എവിടെയൊക്കെ നമുക്ക് പൂള് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാർഗോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പാക്കിംഗ്, മാർക്കിംഗ്, ലേബലിംഗ്, ഇത് മറ്റൊരു ഭാഗം. അപ്പോൾ ഇതിനു വേണ്ടി നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യപ്പെടുന്നു? കാർഗോ കണ്ടെയ്നറൈസ്ഡ് ആയിട്ടോ ബ്രേക്ക് ബൾക്കായിട്ടോ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റോഡ് ട്രാൻസ്പോർട്ടേഷൻ, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ, എയർ ട്രാൻസ്പോർട്ടേഷൻ, അതിനാവശ്യമായിട്ടുള്ള കണ്ടെയ്നറുകൾ, ട്രക്കുകൾ, ട്രെയിലറുകൾ, ലോഡിംഗ് യാർഡുകൾ, വെയർ ഹൗസുകൾ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, ഇതെല്ലാം നമുക്ക് വേണം. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കാർഗോ നമ്മൾക്ക് ഏതെല്ലാം ലോകരാജ്യങ്ങളിലേക്ക് ഇത് ആവശ്യമുണ്ട്, ഏതെല്ലാം ഭാഗത്തു നിന്ന് നമ്മൾക്ക് ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അന്താരാഷ്ട്ര മാർക്കറ്റിനെയും ദേശീയ മാർക്കറ്റിനെയും ഫോർകാസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് കാർഗോയുടെ അവൈലബിലിറ്റിയും ആ കാർഗോയെ വീണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ തലത്തിലേക്കുള്ള ട്രാൻസ്പോർട്ട് തലത്തിൽ കൂടെ എത്തിക്കാൻ വേണ്ടിയുള്ള മറ്റ് എഡ്യൂക്കേഷൻ, അതിനാവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഒരു പോർട്ട് ഒരു സ്ഥലത്ത് പ്ലാൻ ചെയ്യുമ്പോൾ 2015 പോർട്ട് എന്ന് പറയുന്ന കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ പെരിഫറലായിട്ട് പോർട്ടിൻ്റെ ലൊക്കേഷനെയും മറ്റുള്ള കാര്യത്തെയും മാത്രം വർണ്ണിക്കുന്നതിന് പകരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടാവുന്ന ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ലൊക്കേഷൻ എന്നുള്ള ഗുണനിലവാരത്തെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ സമാന്തരമായിട്ട് അഗ്രികൾച്ചർ തലത്തിലേക്കുള്ളത്, ലേബേഴ്സിനെ, ട്രക്ക് ഡ്രൈവേഴ്സിനെ, ഡോക്യുമെൻറ്റേഷൻ ഡിവിഷനുകളെ, കസ്റ്റംസിനെ, മറൈൻ ഇൻഷുറൻസിനെ, മറൈൻ സർവേയെ, ഇൻവെസ്റ്റേഴ്സിനെ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ, ലോജിസ്റ്റിക്സ് ഡിവിഷനെ, മറൈൻ സർവേയേഴ്സിനെ, മറൈൻ ഇൻഷുറൻസുകാരെ, അതുപോലെ തന്നെ ഇൻ്റർനാഷണലി നടക്കപ്പെടുന്ന ട്രീറ്റുകളും കോൺട്രാക്റ്റുകളും ഒക്കെ പഠിച്ചുകൊണ്ട് സമൂഹത്തെ നമ്മൾ തയ്യാറാക്കുമ്പോഴാണ് അതിലെ ഒരു ഭാഗം, അതായത് നമുക്ക് വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം, വിഴിഞ്ഞം തുറമുഖത്തെ ഒറ്റത്ത് കാണാതെ ശ്രീധര പണിക്കർ സാർ പറഞ്ഞ മാതിരി തന്നെ ഇനിയും വരാൻ പോകുന്ന വർദ്ധാൻ പോർട്ടിനെയും അല്ലെങ്കിൽ പോർട്ട് ബ്ലെയറിനെയും വല്ലാർപാടം പോർട്ടിനെയും 7500 കിലോമീറ്റർ തീരദേശമുള്ള ഇന്ത്യയെയും 13 മേജർ പോർട്ടുകളെയും ഇന്ത്യയിലെ ഇൻലാൻഡ് വാട്ടർവേസിനെയും കോസ്റ്റൽ സിസ്റ്റത്തെയും ഇൻലാൻഡ് ടൂറിസത്തെയും ഇതിനെയെല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് കണ്ടിട്ട് ഈ പറയുന്ന ഇതിനെ ഒരു വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. ഒരിടത്തും വേറൊരു സ്ഥലത്തേക്ക് മാത്രം ഒരു കാർഗോ കൊണ്ടുവരുന്നതല്ല. ഇന്ന് തന്നെ വിഴിഞ്ഞത്തൊരു വെസൽ എത്തിയപ്പോൾ ആ വെസലിൻ്റെ പിന്നിലെ അത് ഒരു പോർട്ടിൽ നിന്ന് പോർട്ടിൽ കാർഗോയും കണ്ടെയ്നറും സ്റ്റഫ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ എടുത്ത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ എത്തിയപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് ഒരു പോർട്ട് കോൾ ചെയ്തത്, ഇവിടെ കസ്റ്റംസ് എങ്ങനെ പ്രവർത്തിച്ചു, എന്തെല്ലാം ഡോക്യുമെൻറ്റേഷൻ ആവശ്യമുണ്ടായിരുന്നു, പോർട്ട് സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമായിരുന്നു, എങ്ങനെയാണ് ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്, എന്തെല്ലാം തരത്തിലേക്കാണ് ഷിഫ്റ്റ് ഷോക്ക് ക്രെയിൻ നമ്മൾ ഉപയോഗിക്കുന്നത്, ഏതെല്ലാം തരത്തിലേക്കാണ് ഈ ട്രയൽ റണ്ണിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ യങ്സ്റ്റേഴ്സിനെയും ഈ പറയുന്ന പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇൻഷുറൻസ്, ഇതെല്ലാമാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിനകത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്.
അങ്ങനെ ചർച്ച ചെയ്ത് നമ്മുടെ സമൂഹത്തെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിന് ആവശ്യമായ തലത്തിലേക്കുള്ള കാര്യത്തിൽ നമ്മൾ പാകപ്പെടുത്തണം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്ന ആ കാര്യം നടത്തുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ കീഴിലുള്ള DGFT, ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ പെർമിഷനോട് കൂടിയേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഫോറിൻ ട്രേഡ് പോളിസി അറിയണം. ഒരു രാജ്യത്തുനിന്ന് വേറെ രാജ്യത്തേക്ക് കാർഗോ പോകണമെങ്കിലോ, ട്രാൻസിറ്റ് നടക്കണമെങ്കിലോ, ട്രാൻസ്ഷിപ്പിൻ്റെ നടക്കണമെങ്കിലോ, റീ എക്സ്പോർട്ട് നടക്കണമെങ്കിലോ, എക്സ്പോർട്ട് നടക്കണമെങ്കിലോ കസ്റ്റംസ് ഇല്ലാതെ പറ്റത്തില്ല. ശരി, കസ്റ്റംസ് ആക്ട് അറിയണം. നിരവധി സബ്ജക്റ്റുകൾ നമുക്ക് വേണം. നമ്മൾ പോർട്ടിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ നത്തിങ്. എന്താ പറയാൻ പറ്റുന്നത്? ആണെങ്കിൽ പോലും ആമുഖമായ ഒന്ന് ഇടയ്ക്ക് പറഞ്ഞോട്ടെ. അതായത് ഇതിൽ ഒരുപക്ഷെ ഏറ്റവും കുറച്ച് പോർട്ടുകളെക്കുറിച്ച് അറിവുള്ള ഒരാൾ ഞാനാണ്. അതായത് അറിവ് സമാഹരിക്കുകയാണ്. നിങ്ങളൊക്കെയും പലരും ഇതിൽ കൂടുതൽ പരിചയമുള്ളവരാണ്, വിഷയത്തിൽ ആഴത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. ഈ വിഴിഞ്ഞത്തിൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സ്വാഭാവികമായും അറിഞ്ഞു വന്നത്. അതിനുശേഷം എന്തുകൊണ്ട് വിഴിഞ്ഞം, എന്തിന് വിഴിഞ്ഞം എന്ന പഠനത്തിലാണ് എന്നെപ്പോലെ പലരും. സ്വാഭാവികമായും പൊതുജനത്തിനറിയേണ്ട ഉത്തരങ്ങളാണ് ഇന്ന് ഈ ചർച്ചയിൽ പരുവപ്പെടേണ്ടത്. ഇവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടമില്ല, വിവാദങ്ങളിലേക്കുള്ള ആഴ്ന്നിറങ്ങലില്ല, മറിച്ച് കുറേ പോയിന്റുകൾ, കുറേ കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അടുത്ത 3/4 മണിക്കൂർ നമ്മുടെ ലക്ഷ്യം എന്നോർക്കണം.